ഇന്നലെ മുതൽ തന്നെ മീഡിയ ഓണിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതെന്താണ് സംഭവിക്കുന്നത് എന്ന് സംശയം തോന്നും. കാരണം മറ്റുള്ള ചാനലുകൾ നൽകുന്ന വാർത്തയിൽ അവർ പ്രത്യേകം ഇറാനിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. നെതന്യാഹു ഒളിവിൽ പോയി, ഇറാൻ്റെ വലിയ തിരിച്ചടി, പിന്നെ പടക്കപ്പലുകളും പടക്കോപ്പുകളുമായി ഇറാൻ മുഴുവൻ കൈയടക്കുകയാണ്. ഇസ്രയേലിൽ ഇതുവരെ സംഭവിക്കുന്നുണ്ടോ? ഇതൊക്കെ മീഡിയ വണ്ണിൻ്റെ സ്വപ്നങ്ങളാണ്, അവരുടെ ചില ഭാവനാ സൃഷ്ടികളാണ് ഇതൊക്കെ. നമുക്കറിയാം ഇസ്രയേലും ആയിട്ട് അടിച്ചാൽ ഇറാൻ എത്ര സമയം അടിച്ചു നിൽക്കാൻ സാധിക്കും. ഇറാന് മാത്രമല്ല, മറ്റു പല രാഷ്ട്രങ്ങൾക്കും, ഇപ്പം ഈ പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോർദാനുണ്ട്, തുർക്കിയുണ്ട്, അതുപോലെ സൗദിയുണ്ട്, ഖത്തറുണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ആക്രമിച്ചാൽ പോലും ഇസ്രയേലിൻ്റെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ ഇറാൻ തിരിച്ചടിച്ചു. ഈ ഇസ്രയേൽ ആക്രമിച്ചത് ആണവ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു, ആണവ ആയുധം വികസിപ്പിക്കുന്നു, ആണവ ബോംബുകൾ നിർമ്മിക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ഇസ്രയേലിന് അത് സംബന്ധിച്ച് അവരുടെ ചാരസംഘടനയായ മൊസാദ് കൃത്യമായി വിവരശേഖരണം നടത്തിക്കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇവരെ ആക്രമിച്ചു. ഒരു ഉദിച്ചുയരുന്ന ഒരു ജനത എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ആ ഉദിച്ചുയരുന്ന ജനതയുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ആരെയും ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അവർ ആക്രമിച്ചു. ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അവിടെ 78 പേർ മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 9 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 1 ഡസനോളം അവരുടെ കമാൻഡർമാർ, സൈനിക മേധാവി അടക്കമുള്ള കമാൻഡർമാർ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നു മാത്രമല്ല, ഒരു ആണവ കേന്ദ്രം ഇറാനിലെ നതാൻസിലുള്ള ആണവ കേന്ദ്രം സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന് പകരമായിട്ട് തിരിച്ചടി കൊടുത്തുകൊണ്ട് ട്രൂ പ്രോമിസ് 3, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന ഒരു സൈനിക നീക്കവുമായിട്ടാണ് ഇറാൻ രംഗത്ത് വന്നത്. അത് കഴിഞ്ഞ 2024 ഒക്ടോബറിൽ തുടങ്ങി നടന്നു വരുന്ന ആക്രമണ പരമ്പരകളിൽ 3ാമത്തതാണ് ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. ഇവിടെ അങ്ങനെ ഇറാൻ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ 150 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് അയച്ചത്. അതിൽ 99% നശിപ്പിക്കപ്പെട്ടു. ഏതോ 1-2 ഇവരുടെ കണ്ണ് വെട്ടിച്ച്, ഇസ്രയേലിൻ്റെ അയൺ ഡോമിൻ്റെ കണ്ണ് വെട്ടിച്ച് ആ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഇസ്രയേലിൽ പതിച്ചത്. പക്ഷേ പറയുന്നത് പോലെ വലിയ ആൾനാശമൊന്നും ഇസ്രയേലിനുണ്ടായിട്ടില്ല. ഏതാണ്ട് 3 പേർ എന്തോ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രയേൽ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളെ ഈ ബങ്കറിലേക്ക് മാറ്റുകയും വെള്ളിയാഴ്ച രാവിലെ പുലർച്ചെ 3:30 ഇസ്രയേൽ അങ്ങോട്ടടിച്ചു. വെള്ളിയാഴ്ച രാത്രി 9:10 ഇറാൻ ഇങ്ങോട്ടടി ആരംഭിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളെ ബങ്കറിലേക്ക് മാറ്റുകയും ആക്രമണത്തെ പ്രതിരോധിക്കുകയും ചെയ്തു ഇറാൻ എന്നാണ്. അല്ല, പക്ഷെ നമ്മുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ചാനലിന്റെ പുറകുവശം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ നിന്ന് കത്തുകയാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. മീഡിയ വൺ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇസ്രയേൽ തകർന്നു, തരിപ്പണമായി. ആദ്യം അവർ 2ാമത്തെ തവണയാണ് തകർക്കുന്നത്. ആദ്യ തവണ ഹമാസ് തകർത്തിരുന്നു. ഇപ്പോൾ ഇറാൻ തകർന്നു. ഇവരെ ആദ്യം പ്രചരിപ്പിച്ചൊരു വാർത്ത നെതന്യാഹു ബങ്കറിൽ ഒളിച്ചു എന്നാണ്. ഏത് ബങ്കറിൽ ആര് ഒളിച്ചു എന്ന് വേറെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലും ഒക്കെ വരുന്ന ചില ശകലങ്ങൾ എടുത്തുകൊണ്ട് അത് വാർത്തയാക്കി ഇങ്ങനെ അതിൽ ഒരു ആത്മരതി അനുഭവിക്കുകയാണ് മീഡിയ വൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനുശേഷം അത് വില പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്ലേറ്റ് മാറ്റി. അതാ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വിമാനം ഗ്രീസിലെ എയർപോർട്ടിൽ കിടക്കുകയാണ്. നെതന്യാഹു സ്വന്തം ജനങ്ങളെ ഇറാൻ്റെ ഇതിന് വലിച്ചെറിഞ്ഞിട്ട്, ദയയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് മുങ്ങി രക്ഷപ്പെട്ടു എന്നൊക്കെയായിരുന്നു അടുത്ത വാർത്ത. അതും താമസിയാതെ പൊളിഞ്ഞു. കാരണം ഇസ്രയേലും ഗ്രീസും ഔദ്യോഗികമായിട്ട് തന്നെ പത്രക്കുറിപ്പുകളൊക്കെ ഇറക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇസ്രയേലിൻ്റെ വിദേശകാര്യ മന്ത്രിയോ അംബാസഡറും ഒക്കെ
ഗ്രീസിൽ സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇസ്രയേലി വിമാനം അവിടെ ഗ്രീസിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനെ നെതന്യാഹുവിൻ്റെ ഒളിച്ചോട്ടമായിട്ട് ചിത്രീകരിക്കാൻ മീഡിയ വണ്ണിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രയും തൊലിക്കെട്ടി ഈ നമ്മുടെ കൊച്ചു കേരളത്തിലെ മറ്റൊരു ചാനലുകൾക്കും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ദേശാഭിമാനിയും സുപ്രഭാതവും സിറാജും അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ അത്രയും മീഡിയ വണ്ണിനോട് അടുത്ത് പോലും എത്താൻ അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ ദേശാഭിമാനി പത്രം നോക്കിയാൽ നമുക്കറിയാം, അവർ ഇസ്രയേൽ വിറച്ചു എന്നൊക്കെയാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അകത്ത് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ വാർത്തയ്ക്കുള്ളിൽ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇറാനുണ്ടായ പരിക്ക് എത്രയാണ്, ഇസ്രയേലിനുണ്ടായ പരിക്കുകൾ എത്രയാണ് എന്നൊക്കെ ദേശാഭിമാനിയും വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ മീഡിയ വണ്ണിൻ്റെ ഭാവനാ സൃഷ്ടി ഇതെല്ലാം കടന്നു പോവും, അതൊക്കെ വളരെ തീർച്ചയാണ്. അവർ ഈ ഊരണമെങ്കിൽ പറക്കുന്നു എന്ന് പറയുന്ന ശൈലിയിൽ വാർത്തകൾ ചമയ്ക്കുകയാണ് ഇപ്പോൾ. മറ്റൊരു വഴിയുമില്ല. ഈ വാർത്തകളിലെങ്കിലും ഞങ്ങളൊന്ന് മേൽക്കൈ നേടിക്കോട്ടെ എന്നൊരു മനോഭാവമാണെങ്കിൽ ശരി, നമുക്കൊന്നും പറയാനില്ല. മറിച്ച് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാനാണെങ്കിൽ അത് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ എന്തൊക്കെ പരിക്കുകളുണ്ടായി, ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിന് എന്ത് സംഭവിച്ചു, ഇവർ രണ്ടുപേരും എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രതിരോധിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറയണം. നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ വലിയ വായിൽ വീരവാദം മുഴക്കുന്നുണ്ട്. മധ്യേഷ്യയിലെ UK, US, ഫ്രാൻസ് ഈ 3 രാജ്യങ്ങളുടെയും ബേസുകളുണ്ട്, എയർ ബേസുകൾ ഉൾപ്പെടെ ഉണ്ട് അവർക്ക്. കാരണം ഇവരുടെ എല്ലാം വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഗൾഫിൽ അവർക്ക് ഓഫീസുകളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഈ എണ്ണയുടെ ക്രൂഡ് ഓയിലിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരുടെ എല്ലാം ഓഫീസുകൾ ഈ മധ്യേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൗദി തുടങ്ങി ഖത്തർ വരെയുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സുരക്ഷയൊരുക്കാൻ ഈ പറയുന്നത് പോലെ ഈ അമേരിക്കയുടെയും മറ്റും ബേസുകൾ, എയർ ബേസുകൾ അവിടെ ഉണ്ട്. അതുപോലെ സൗദി ആവശ്യപ്പെട്ടിട്ട് അമേരിക്കൻ സൈന്യം അവിടെ ഒരു ചെറിയ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഇസ്രയേൽ ഇനിയും ആക്രമിച്ചാൽ ഞങ്ങൾ ഈ ബേസുകൾ തകർക്കും. അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ബേസുകൾ തകർക്കും എന്നാണ് പറയുന്നത്. ഈ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും എന്താണ് ഇറാനോട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, അമേരിക്ക ഇറാനുമായിട്ട് വലിയ സംഘർഷത്തിലൊക്കെ പോയ രാഷ്ട്രമാണ്. അത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാം. പക്ഷേ കഴിഞ്ഞ 5 ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നു കഴിഞ്ഞു. ഈ ആണവ നിരായുധീകരണം സംബന്ധിച്ച 5 ചർച്ചകൾ നടന്നു കഴിഞ്ഞു. 6ാമത്തെ ചർച്ച 6ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇസ്രയേൽ ഈ അടി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ അതിൽ നിന്ന് പിന്മാറി. അല്ല, കേരളത്തിൽ കുറച്ച് നാളുകളായി തന്നെ ഒരു തെറ്റായ ഒരു സാഹചര്യം, അല്ലെ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമായ സാഹചര്യം ശ്രമം നടത്തുന്നു. അതിന് കുറെയൊക്കെ കേരളത്തിലെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിന് പച്ചക്കൊടി വീശുന്നുണ്ട്. അവരും ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു ജിഹാദി നരേറ്റീവ്സ് അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒത്താശ ചെയ്യുന്നു, വെള്ളവും വളവും കൊടുക്കുന്നു ഇടതുപക്ഷ സംഘടനകളും എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് പൊതുവെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്, പ്രചാരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത്, ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനെ ഇസ്രായേൽ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇസ്രയേലിനും പരിക്കുണ്ടാകും. ഒരു ഏറ്റുമുട്ടലിൽ തീർച്ചയായിട്ടും 2 കൂട്ടർക്കും പരിക്കുണ്ടാകും. ഏകപക്ഷീയമായിട്ട് ഒരാളിൻ്റെ മാത്രം തലവെട്ടുന്ന കളരിപ്പയറ്റൊന്നും അല്ലല്ലോ ഇത്. അവിടെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കേൽപ്പിക്കാൻ കഴിയും. ഇത് വളരെ കൃത്യമായിട്ട് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇസ്രയേലിന് പരിക്കും ഏറ്റിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ മീഡിയ വൺ വർണ്ണിക്കുന്നത് പോലെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒളിച്ചോടുകയോ ബങ്കറിൽ ഒളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ മീഡിയ വണ്ണിന് അവരുടെ ആത്മസംതൃപ്തിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. പണ്ടത്തെ കാലത്ത് കുരിശുയുദ്ധം നടക്കുമ്പോഴും ഈ അറബ് പോരാളികളെ അവരുടെ ഭരണാധികാരികൾ വിശ്വസിപ്പിച്ചിരുന്നത് അള്ളാഹു മലക്കുകളെ അയക്കും, ഈ ക്രിസ്ത്യാനികളെ മുഴുവനും കൊല്ലും, ഈ യൂറോപ്പ് മുഴുവനും നമുക്ക് പിടിച്ചെടുക്കാം എന്നൊക്കെയാണ്. അങ്ങനെ യുദ്ധം ചെയ്യാൻ പോയവർ
ഈ വെള്ളക്കാരൻ്റെ തോക്കിനിരയാകുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. എന്തായാലും അതുപോലെ ഈ മീഡിയ വൺ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിലൂടെ കുറേ ആൾക്കാരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ അതിൽ കവിഞ്ഞതൊന്നും ഈ ഇസ്രായേലിന് നേരെ ചെയ്യാൻ ഇറാനോ മീഡിയ വണ്ണിനോ കഴിയില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.